എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താൻ പരിചരിച്ച കൂടുതൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ചെഷയർ പോലീസ് ലൂയിസ് ലെറ്റ്ബിയെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു. ലൂയിസ് ലെറ്റ്ബി രണ്ടാമതായി വർക്ക് ചെയ്തിരുന്ന ലിവർപൂൾ വിമൻസ് ഹോസ്പിറ്റലിൽ കൂടുതൽ ശിശുമരണങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിലെ മുൻ നവജാത നഴ്സായ ലെറ്റ്ബി 7 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും മറ്റ് 6 പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ഈ വർഷം ജൂലൈയിൽ നടന്ന പുനർവിചാരണയെ തുടർന്ന് 8ാമത്തെ കൊലപാതക ശ്രമക്കേസിൽ അവൾ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. 2012 ജനുവരി മുതൽ നഴ്സിംഗ് കരിയർ ആരംഭിച്ച ലൂയിസ് ലെറ്റ്ബി കൈകാര്യം ചെയ്ത 4000 കുഞ്ഞുങ്ങളുടെ അവലോകനം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥി നഴ്സ് എന്ന നിലയിൽ ലിവർപൂൾ വിമൻസ് ഹോസ്പിറ്റലിൽ അവർ നടത്തിയ 2 പരിശീലന പ്ലേസ്മെന്റുകളും ഇവയിൽ ഉൾപ്പെടുന്നു. ശേഷിക്കുന്ന തന്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ജയിലിന് പുറത്തു പോകാൻ കഴിയാതെ സറയിലെ ആഷ്ഫോർഡിലുള്ള HMP ബ്രോൺഫീൽഡിൽ ലെറ്റ്ബി തന്റെ കുറ്റകൃത്യങ്ങൾക്ക് ജീവപര്യന്തം തടവനുഭവിക്കുകയാണ്. ജീവനാന്തകാലം വരെ ജയിലിൽ കഴിയാൻ പോകുന്ന 4ാമത്തെ ബ്രിട്ടീഷ് വനിതയാണ് ലൂയിസ് ലെറ്റ്ബി. വിദേശ തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധം ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം വരുത്തി കാനഡ. വിദേശ പൗരന്മാർക്കായി മാറ്റിവെച്ചിരുന്ന ഏതാണ്ട് 50 ലക്ഷം താൽക്കാലിക പെർമിറ്റുകൾ 2025 അവസാനത്തോടെ റദ്ദാക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി താൽക്കാലിക പെർമിറ്റോടെ കാനഡയിൽ ജീവിക്കുന്ന ഭൂരിഭാഗവും സ്ഥിരതാമസക്കാരായി മാറുകയോ പെർമിറ്റ് പുതുക്കുകയോ ചെയ്തില്ലെങ്കിൽ രാജ്യം വിടേണ്ടി വരും. ഇമിഗ്രേഷൻ മന്ത്രാലയം ഇക്കാര്യം കോമൺസ് ഇമിഗ്രേഷൻ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. പെർമിറ്റ് കാലാവധി തീർന്നിട്ടും പുതുക്കാതെയോ പെർമനന്റ് റെസിഡൻസ് എടുക്കാതെയോ തുടരുന്നവർക്കും കുരുക്കുമുറുകും. കനേഡിയൻ ബോർഡർ സർവീസ് ഏജൻസി ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാനായി രംഗത്തിറങ്ങും. 2025 ഡിസംബറോടെ ഏകദേശം 7,66,000 സ്റ്റഡി പെർമിറ്റുകൾ കാലഹരണപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അർഹരായവർക്ക് അവരുടെ പെർമിറ്റുകൾ പുതുക്കുകയോ ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുകയോ ചെയ്യാമെന്നും അവർക്ക് കാനഡയിൽ തുടരുന്നതിന് തടസ്സമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 3 വർഷത്തിനുള്ളിൽ കാനഡയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുത്താനാണ് ട്രൂഡോ സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വെല്ലുവിളികൾ എന്നിവ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഇമിഗ്രേഷൻ ലെവൽ പ്ലാനിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ. പുതിയ നയമനുസരിച്ച് രാജ്യത്തിലേക്ക് എത്തുന്ന സ്ഥിര താമസക്കാരുടെ എണ്ണം 2025 ആകുമ്പോഴേക്കും 5 ലക്ഷത്തിൽ നിന്ന് 3,95,000 കുറയും. അതായത് 21% കുറവ് വരുമെന്നാണ് ദി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുതായി എത്തുന്നവരെ കൂടാതെ നിലവിൽ കാനഡയിൽ താമസിക്കുന്നവരെയും ഈ നയം ബാധിക്കും. കാനഡയിൽ പെർമിറ്റോടെ താമസിക്കുന്ന 40% തൊഴിലാളികളും 10% വിദ്യാർത്ഥികളും രാജ്യം വിടേണ്ടി വരുമെന്നാണ് കണക്ക്. ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് തൊഴിൽ തേടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാനഡയിലേക്ക് പറക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പൂർത്തിയാക്കി കാനഡയിലേക്ക് പോകാനൊരുങ്ങുന്ന നിരവധി പേരുണ്ട്. സെപ്റ്റംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം കാനഡയിൽ നിലവിൽ 16,89,055 ഇന്ത്യക്കാരുണ്ട്. ഈ വിസ സംവിധാനത്തിലെ പിഴവുകൾ കാരണം യാത്രക്കാർക്ക് UK-യിലേക്ക് യാത്ര ചെയ്യുന്നതിന് കാലഹരണപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് മൈഗ്രേഷൻ പൗരത്വ മന്ത്രി സീമ മൽഹോത്ര ഗാർഡിയൻ ദിനപത്രത്തോട് പറഞ്ഞു. പുതിയ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് പ്രവേശനം നേടുന്നതിൽ പലരും പരാജയപ്പെടുന്നുവെന്ന കംപ്ലയിൻറ്റ്സ് വന്നതിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബയോമെട്രിക് റെസിഡന്റ് പെർമിറ്റുകൾ പോലെയുള്ള UK-യിൽ തുടരാനുള്ള അവകാശം തെളിയിക്കുന്ന മിക്ക ഫിസിക്കൽ ഡോക്യുമെന്റേഷനുകളും ഡിസംബർ 31 മുതൽ സാധുതയുള്ളതല്ല. എന്നാൽ നൂറുകണക്കിന് UK നിവാസികൾ വിദേശത്തു നിന്ന് സിസ്റ്റം ആക്സസ് ചെയ്യാൻ പാടുപെടുന്നുണ്ടെന്നും അതിനാൽ അവർക്ക് UK-യിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്നും ഹോം ഓഫീസ് വൃത്തങ്ങൾ പറഞ്ഞു. ഈ വിസയില്ലാതെ തങ്ങൾക്ക് തൊഴിലോ പാർപ്പിടമോ ലഭിക്കില്ലെന്ന് കുടിയേറ്റ തൊഴിലാളികൾ പരാതിപ്പെട്ടു. ഈ വിസയിലേക്കുള്ള നീക്കം ദുർബലരെയും പ്രായമായവരെയും പ്രതികൂലമായി ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള നിരവധി ആശങ്കകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ ഈ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്നതിനായി ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2025 മാർച്ച് 31 വരെ ഡിസംബർ 31 അതിനുശേഷമോ കാലഹരണപ്പെട്ട EU സെറ്റിൽമെന്റ് സ്കീം ബയോമെട്രിക് റെസിഡൻസ് കാർഡുകൾ വരെ UK-യിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതിയുടെ സാധുവായ തെളിവായി സ്വീകരിക്കും. പുതുവർഷത്തിൽ രേഖകൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന എയർലൈനുകൾക്കായി ഹോം ഓഫീസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുക, ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ ദുരുപയോഗം തടയുക എന്നിവ ലക്ഷ്യമാക്കി ഋഷി സുനക് സർക്കാർ ഏപ്രിലിൽ പുതുവത്സര ദിനത്തിൽ ആരംഭിക്കുന്ന ഈ വിസകളുടെ സമ്പൂർണ്ണ വിതരണത്തിലുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ജനുവരി 1 മുതൽ പേപ്പർ ഡോക്യുമെന്റുകൾ ഘട്ടം ഘട്ടമായി മാറ്റിവെക്കേണ്ടതായിരുന്നു. 2024 ഒക്ടോബർ 31 ആഭ്യന്തര ഓഫീസ് ഫിസിക്കൽ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ നൽകുന്നത് അവസാനിപ്പിച്ചു. ഫിസിക്കൽ പെർമിറ്റ് കൈവശമുള്ള ആളുകൾ വർഷാവസാനത്തിന് മുമ്പ് ഒരു വിസയ്ക്കായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ബ്രെക്സിറ്റിന് ശേഷമുള്ള EU സെറ്റിൽമെന്റ് സ്കീം, സ്കിൽഡ് വർക്ക് വിസകൾ, ബ്രിട്ടീഷ് ദേശീയ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഹോങ്കോങ് പൗരന്മാർ എന്നിവർക്കുൾപ്പെടെ നിരവധി വർഷങ്ങളായി ഹോം ഓഫീസ് ഈ വിസകൾ നൽകുന്നുണ്ട്. എന്നാൽ നൂറുകണക്കിന് UK പൗരന്മാർ ഈ വിസ സംവിധാനം ആക്സസ് ചെയ്യാൻ പാടുപെടുന്നുണ്ടെന്ന് ഹോം ഓഫീസ് ഇൻസൈഡർമാർ പറഞ്ഞു.
ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 2025 മാർച്ച് 31 വരെ ഈ വിസ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുടെ സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത്. പുതുവത്സര ദിനത്തിൽ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്നതും അന്താരാഷ്ട്ര പൊതു അവധിയും ഉള്ളപ്പോൾ പുതിയ നിയമം റോൾ ഔട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയതെന്ന് സീമ മൽഹോത്ര പറഞ്ഞു. UK-യിലെ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ ഗ്രാസ് റൂട്ട് ഗ്രൂപ്പായ 3 മില്യന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ്രിയ ഡുമിൻഷെ വികസനത്തെ സ്വാഗതം ചെയ്തെങ്കിലും പുതിയ വർഷത്തിൽ ഇനിയും യാത്രാക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ലേബർ സർക്കാരിന് കീഴിൽ ദേശസാൽക്കരിക്കപ്പെടുന്ന ആദ്യത്തെ ട്രെയിൻ ഓപ്പറേറ്ററായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മാറുമെന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചു. ലണ്ടൻ വാട്ടർലൂവിൽ നിന്ന് പ്രവർത്തിക്കുന്ന UK-യിലെ ഏറ്റവും വലിയ യാത്രാ സേവനങ്ങളിലൊന്നായ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മെയ് മാസത്തിൽ പൊതുജനങ്ങളുടെ കൈകളിലെത്തും. C2C, SX സേവനം എന്നീ ട്രെയിൻ സർവീസുകളും ജൂലൈ മാസത്തോടെ പൊതുജനങ്ങളുടെ കൈകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഗ്രേറ്റർ ആംഗ്ലിയ റെയിൽവേസ് 2025 ശരത്കാലത്തിൽ പൊതുജനങ്ങളുടെ കൈകളിലെത്തും. വളരെ കാലമായി ബ്രിട്ടീഷ് പൊതുജനങ്ങൾ പ്രവർത്തിക്കാത്ത റെയിൽവേ സേവനങ്ങൾ സഹിക്കേണ്ടി വന്നു. സ്വകാര്യ ട്രെയിൻ ഓപ്പറേറ്റർമാരുടെ സങ്കീർണ സംവിധാനം പലപ്പോഴും അതിന്റെ ഉപഭോക്താക്കളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാനും വീണ്ടും അഭിമാനിക്കാനും കഴിയുന്ന ഒരു സംവിധാനം നന്നാക്കുവാനും പുനർനിർമ്മിക്കുവാനും ബ്രിട്ടീഷ് റെയിൽവേസ് ദേശസാൽക്കരിക്കുന്നതിലൂടെ കഴിയുമെന്ന് ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ പറഞ്ഞു. 2028ഓടെ സംയോജിത റെയിൽവേയുടെ സർക്കാർ പദ്ധതികൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേ ബാനറിന് കീഴിലായിരിക്കും പാസഞ്ചർ ട്രെയിനുകൾ UK-യിൽ മൊത്തം ഓടുന്നത്. UK-യിലെയും ലോകത്തിലെയും തന്നെയും ഏറ്റവും വലിയ നഴ്സിംഗ് യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ബോർഡ് മെമ്പറായി മലയാളി തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളി നഴ്സും മുണ്ടക്കയം പാലൂർക്കാവ് സ്വദേശിനിയുമായ ബ്ലെസി ജോണാണ് UK മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ലെസ്റ്ററിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഒഫ്താൾമോളജി മേട്രനായി ബാൻഡ് 8 റാങ്കിൽ ജോലി ചെയ്യുകയാണ് ബ്ലെസി. UK മലയാളി സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തങ്ങളിലൊരാൾ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ നേതൃനിരയിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് UK-യിലെ മലയാളി നഴ്സുമാർ. സമാധാനത്തിനായി കഴിഞ്ഞ ഒരു വർഷമായി അശ്രാന്തമായ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ ഖത്തർ രാജാവായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ പ്രശംസിച്ച് ചാൾസ് രാജാവ്. ഗാസ സംഘർഷത്തിലും ഇസ്രായേലി ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിലും ഖത്തർ വഹിച്ച പങ്ക് രാജാവ് എടുത്തു പറഞ്ഞു. ഏറ്റവും നിരാശാജനകമായ സാഹചര്യത്തിലും ഖത്തറിന്റെ തുടർച്ചയായ അധ്വാനവും സ്ഥിരോത്സാഹവും നയതന്ത്ര ശ്രമങ്ങളും തികച്ചും വിലമതിക്കാനാവാത്തതെന്ന് രാജാവ് പറഞ്ഞു. ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ അമീറും പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ഖത്തർ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണെന്നും UK-യും വാതക സമ്പന്നമായ ഗൾഫ് രാജ്യമായ ഖത്തറും തമ്മിലുള്ള വ്യാപാരം പ്രതിവർഷം 6.6 ബില്യൺ പൗണ്ടാണെന്നും UK സമ്പദ് വ്യവസ്ഥയിൽ ഖത്തറിന് $40 മില്യൺ നിക്ഷേപമുണ്ടെന്നും UK ഫോറിൻ ഓഫീസ് പറഞ്ഞു. LGBT അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, കുടിയേറ്റ തൊഴിലാളികളോടുള്ള പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള ഖത്തറിന്റെ റെക്കോർഡിനെ പീറ്റർ ടാച്ചൽ ഫൗണ്ടേഷൻ പ്രവർത്തകർ റോഡരികിൽ നിന്ന് ഖത്തർ അമീറിനെതിരായി പ്രതിഷേധിച്ചു. UK-യിലെ ക്ലൈമറ്റ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കമ്പനിയായ റോൾസ് റോയ്സിൽ ഖത്തർ $1 ബില്യൺ നിക്ഷേപിക്കും. ഈ നിക്ഷേപം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കാലാവസ്ഥ സൗഹൃദ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളിലും കാലാവസ്ഥ സാങ്കേതിക കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.